വാട്ടർ കളർ ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു വാട്ടർ കളർ ക്യാമ്പ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. വാട്ടർ കളർ എപ്പോഴും ലൈറ്റ് ലെയർ ആദ്യം ചെയ്യും, മിഡിൽ ടോൺ ചെയ്യും, ഡാർക്ക് ടോൺ ചെയ്യും, ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് യെല്ലോ ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ച് യെല്ലോ ചെയ്തു. ഇനി നമ്മൾ ഗ്രീൻ എടുക്കാൻ പോകുന്നത്. ഈ പിക്ചറിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് ഇത് യെല്ലോയും ഗ്രീനും ആ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഷെയ്ഡ് ആഡ് ചെയ്യാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ബ്ലൂ എടുക്കുന്നുണ്ട്, ഈ ഗ്രീൻ എടുക്കുന്നുണ്ട്, ഈ ഗ്രീൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എപ്പോഴും വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ള പെയിൻ്റ് ഒക്കെ മിക്സ് ചെയ്യണം. ആവശ്യമുള്ളതിനേക്കാൾ മുമ്പ് ആവശ്യമുള്ളതിനേക്കാൾ ക്വാണ്ടിറ്റി പെയിൻറ്റ് മിക്സ് ചെയ്യണം. ഇവിടെ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചു, ചെറിയൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഒഴിച്ചിട്ട് ലൈൻ ഉള്ളിൽ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ആ ഗ്രീൻ ഫില്ല് ചെയ്യുക. ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ ചെറിയ ബ്ലൂയിഷ് ആഡ് ചെയ്യുക. കറക്റ്റ് ഔട്ട്ലൈനിൻ്റെ എഡ്ജിലൂടെ ഇത് കൊടുത്താൽ മതി, കളർ കൊടുക്കുക. പറഞ്ഞു വന്നത് ഒറ്റ ഗ്രീൻ മിക്സ് ചെയ്യുന്ന പകരം ചെറിയ ബ്ലൂയിഷും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇത് ഈ പിക്ചർ ഒരു പസിൽ പോലെയാണ്. ചെറിയ ചെറിയ ഏരിയസാണ്. ഈ ഒരു ഗ്യാപ്പ് അവിടെ ഇടണം, യെല്ലോ കിട്ടണം. അപ്പോൾ ജനറലി നോക്കുമ്പോൾ എവിടെയാണ് ഡാർക്ക് ഷെയ്ഡ് എന്ന് തോന്നുക. എനിക്കൊന്ന് മുകളിലുണ്ടല്ലേ, ബ്ലൂയിഷൊക്കെ ഞാൻ മുകളിലോട്ടാക്കി. മുകളിൽ ഇത്തിരി യെല്ലോയിഷും ഉണ്ട്. എന്നിട്ട് താഴെ വരുമ്പോൾ ലൈറ്റ് ഗ്രീൻ. ഇതിങ്ങനെ ചെയ്ത് എല്ലാ ലീഫും ഇതുപോലെ ഫില്ല് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ബേഡിൻ്റെ ബ്രൗൺ ആണ്. ഇതും ചെറിയ ബ്രഷ് ചെയ്യാം, ചെറിയ ചെറിയ ലൈൻസ് പോലെയല്ലേ. ബ്രൗണും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് യെല്ലോ മിക്സ് ചെയ്തൊരു ലൈറ്റ് ബ്രൗൺ ക്രിയേറ്റ് ചെയ്തു. കണ്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് വർക്കാണ് പിക്ചർ. ബ്രഷിൽ വെള്ളം വേണം, എന്നിട്ട് ലൈറ്റ് ആൻഡ് ഷേഡ് നോക്കുക. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഇവിടെ കുറേ ഞാൻ വൈറ്റ് ഇട്ടിട്ടില്ലേ, എനിക്ക് അടുത്ത ലെയറിൽ ഇങ്ങനത്തെ ഒരു കളർ മിക്സ് ചെയ്ത് ഒരു വാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനിച്ചു. പിക്ചറിൽ കളറും ഉണ്ട്, ലൈറ്റ് ആൻഡ് ഷേഡും ഉണ്ട്. കളർ മാച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ലൈറ്റ് ആൻഡ് ഷേഡോ മാച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. എൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ഷേഡോ ഉണ്ട്, ഡാർക്ക് മിക്സ് ചെയ്തു. നമ്മൾ നേരത്തെ വെച്ച കളേഴ്സിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായോ? നേരത്തെ അവിടെ ഗ്രീനൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് കൂടുതൽ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ലെയർ ചെയ്ത് നമുക്കത് കിട്ടില്ല. ചെയ്ത് ഇങ്ങനത്തെ ഡാർക്ക് പോർഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത്തിരി ആ ബ്രൗണിൽ ഇത്തിരി ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കിട്ടും. അപ്പോൾ ഏരിയ നോക്കുക, ഇവിടെ ഓൾറെഡി നല്ല രീതിയിൽ ഔട്ട്ലൈൻ കൊടുത്ത് തരണം. ഈസിയാണ്. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ള് വാഷ് ചെയ്ത് അടുത്ത ലെയർ ചെയ്യാം. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്ത് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, മറ്റേത് പെട്ടെന്ന് ഡ്രൈ ആവില്ല. ഇതിൽ നിന്ന് വെള്ളം കൂട്ടിയെടുക്കണം. ചെറിയ യെല്ലോയിഷ് കളർ കേട്ടോ അത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കും. അത് തന്നെ ചെറിയൊരു എഫക്റ്റ് വന്നില്ലേ. അപ്പോൾ ഈ 2 സ്റ്റെപ്പിലെ പിക്ചർ കംപ്ലീറ്റ് ആക്കണ്ടേ. ഫസ്റ്റ് സ്റ്റെപ്പ് ചെറിയ ബ്രഷ് എടുക്കുക, ചെറിയ ചെറിയ ലൈൻസ് നോക്കുക. കളർ അക്യുറേറ്റ് ആക്കാൻ നോക്കണ്ട, ലൈറ്റ് ആൻഡ് ഷേഡ് അക്യുറേറ്റ് ആക്കാൻ നോക്കുക. പിന്നെ ഓൾറെഡി ഇവിടെ ഡാർക്ക് ഓൾറെഡി കൊടുത്ത കാരണം നിങ്ങൾ വിചാരിക്കുന്നേക്കാളും ബെറ്റർ ആയിട്ട് അത് കിട്ടും. എന്നിട്ട് അടുത്ത വാഷിൽ ഈ ലൈറ്റ് മിക്സ് ചെയ്ത് ഒറ്റ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് അത് ഫിനിഷിലോട്ട്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.